Hi all, welcome to our channel. ഇന്നത്തെ ക്ലാസ് SCRT SSന്റെ സാമൂഹ്യശാസ്ത്രത്തിന്റെ ക്ലാസ് ആണ്. സാമൂഹ്യശാസ്ത്രം 5ാം ക്ലാസ്സിലെ പീരീഡ് ഗ്രാമം എന്ന് പറയുന്ന ക്ലാസ് ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് ആ ചാപ്റ്ററിൽ ചേരി എന്താണ്, ചേരി എന്നതാണ് ചാപ്റ്ററിന്റെ തുടക്കം. വളരെ ജനസാന്ദ്രതയുള്ള നഗരപാർപ്പിട മേഖലയാണ് ചേരി എന്ന് പറയുന്നത്. ഇപ്പൊ ജനസാന്ദ്രതയുള്ള നഗരപാർപ്പിട മേഖലയ്ക്ക് പറയുന്ന പേരെന്താണ്? ചേരി. ചേരികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. ശുചിത്വ സേവനങ്ങൾ, ശുദ്ധജല വിതരണം, മറ്റ് അടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ജനസാന്ദ്രതയുള്ള നഗരപാർപ്പിട മേഖലയാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ശുചിത്വ സേവനങ്ങളും ശുദ്ധജല വിതരണവും മറ്റ് അടിസ്ഥാന സേവനങ്ങളും ചേരികളിൽ കുറവായിരിക്കും. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്ക അവസ്ഥയും സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളും ചേരികളുടെ പരിമിതികളാണ്. അപ്പൊ ചേരിയുടെ പരിമിതിയിൽ വരുന്ന എന്താണ്? സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥയും സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളുമാണ് ചേരിയുടെ പരിമിതികളിൽ വരുന്നത്. രണ്ടാമത് പറയുന്നത് വിപണി എന്താണ്? ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന സ്ഥലമാണ് വിപണി എന്ന് പറയുന്നത്. ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന ഇടമാണ് വിപണി. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായാണ് വിപണിയെ സമൂഹ ശാസ്ത്രജ്ഞർ കാണുന്നത്. അപ്പോൾ വിപണിയെ എങ്ങനെയാണ് സമൂഹ ശാസ്ത്രജ്ഞർ കാണുന്നത്? സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളായാണ് വിപണിയെ സമൂഹ ശാസ്ത്രജ്ഞർ കാണുന്നത്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക വഴി സമൂഹത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് ആരാണ്? വിപണിയാണ്. വളരെ കുറച്ച് പോയിന്റ്സുകൾ, നമുക്കത് വായിക്കാൻ തന്നെ മനസ്സിലാവുന്ന കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടാമത്തെ പോയിന്റ്, സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായാണ് വിപണിയെ സമൂഹ ശാസ്ത്രജ്ഞർ കാണുന്നത്. അതിൽ പഠിക്കാനുള്ള മൂന്നാമത്തെ ടോപ്പിക്കാണ് ആഴ്ചച്ചന്തകൾ. എന്താണ് ആഴ്ചച്ചന്തകൾ? നമുക്കറിയാം, ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ കൂടുന്നതാണ് ആഴ്ചച്ചന്തകൾ എന്ന് പറയുന്നത്. നോക്കാം. കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിലെ ആളുകളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതാണ് ആഴ്ചച്ചന്തകൾ. ആ സെന്റൻസ് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവും. ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. അപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്ന സ്ഥലമാണ് ആഴ്ചച്ചന്തകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിലെ ആളുകളെ ആഴ്ചച്ചന്തകൾ ഒന്നിച്ചു ചേർക്കുന്നു. ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലാണ് സാധാരണയായിട്ട് ആഴ്ചച്ചന്തകൾ കൂടുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാം, ആഴ്ചച്ചന്തകൾ എപ്പോഴാ കൂടുന്നത്? ആഴ്ചയിൽ 3-4 ദിവസം, എല്ലാ ദിവസവും, അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ വരാം. അപ്പൊ എങ്ങനെയാ? ആഴ്ചച്ചന്തകൾ 1-2 ദിവസങ്ങളാണ് കൂടുന്നത്. ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലാണ് ആഴ്ചച്ചന്തകൾ കൂടുന്നത്. അപ്പൊ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിലെ ആളുകളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന എന്താണ്? ആഴ്ചച്ചന്തകൾ. ഇനി വാരാന്ത വിപണികൾ. വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള, സമ്പദ് വ്യവസ്ഥ വികസിപ്പിച്ചിട്ടില്ലാത്ത മലപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഗോത്രജന വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കാണുന്നതാണ് വാരാന്ത വിപണികൾ എന്ന് പറയുന്നത്. എന്താണ് വാരാന്ത വിപണികൾ? വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ളതും ഗതാഗത വാർത്താവിനിമയങ്ങളുടെ സംവിധാനത്തിന്റെ അഭാവമുള്ളതും സമ്പദ് വ്യവസ്ഥ വികസിപ്പിച്ചിട്ടില്ലാത്തതുമായിട്ട് മലപ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് വാരാന്ത വിപണികൾ. ഇവിടെ സാധനങ്ങളുടെ ക്രയവിക്രയത്തിന്റെയും സാമൂഹ്യ വ്യവഹാരങ്ങളുടെയും മുഖ്യ സ്ഥാപനമാണ് വാരാന്ത വിപണികൾ. സാധനങ്ങളുടെ ക്രയവിക്രയത്തിന്റെയും സാമൂഹിക വ്യവഹാരങ്ങളുടെയും മുഖ്യ സ്ഥാപനങ്ങൾ ഏതാണ്? വാരാന്ത വിപണികൾ. തദ്ദേശവാസികൾ തങ്ങളുടെ കാർഷിക വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായി വ്യാപാരികളെ സമീപിക്കുകയും അവിടെ നിന്ന് അവർ ആവശ്യ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുന്നു. വാരാന്ത വിപണികളുടെ പ്രത്യേകത എന്താണ്?
തദ്ദേശവാസികൾ അവർക്ക് ആവശ്യമുള്ള അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കാർഷിക വന വിഭവങ്ങൾ വിൽപ്പനയ്ക്കായി വാരാന്ത വിപണിയിൽ കൊണ്ടുചെല്ലുന്നു. അതിനു വേണ്ടിയിട്ട് വ്യാപാരികളെ സമീപിക്കുന്നു. അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുന്നു. വാരാന്ത വിപണിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവം. സമ്പദ് വ്യവസ്ഥ വികസിപ്പിച്ചിട്ടില്ലാത്ത വനമല പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് വാരാന്ത വിപണികൾ. മാറിപ്പോകരുത്. ആഴ്ചച്ചന്തകൾ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതും ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ കൂടുന്നതുമാണ് ആഴ്ചച്ചന്തകൾ. ലാസ്റ്റ് വൺ, അന്തിച്ചന്തകൾ. എന്താണ് അന്തിച്ചന്തകൾ? എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിൽ കൂടുന്നതാണ് അന്തിച്ചന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിലാണ് അന്തിച്ചന്തകൾ ഉണ്ടാകാറുള്ളത്. എല്ലാ ദിവസവും ഉണ്ട് അന്തിച്ചന്ത, വൈകുന്നേരങ്ങളിലാണ് കൂടുന്നത്. അത് ശ്രദ്ധിച്ചു വെക്കാം. അപ്പൊ 1, 2, 3, 4, 5. അപ്പൊ ആകെ 5 ടോപ്പിക്കാണ് പീലിയുടെ ഗ്രാമവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ആഴ്ചച്ചന്ത ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലാണ് കൂടുന്നതെന്നും, അതുപോലെ വാരാന്ത വിപണികൾ എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥ വികസിപ്പിച്ചിട്ടില്ലാത്ത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള മലപ്രദേശങ്ങളിൽ കാണുന്നതാണ് വാരാന്ത വിപണികൾ. ആ 2 ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ അന്തിച്ചന്തകൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കൂടുന്നതാണ്. പിന്നെ വളരെ ജനസാന്ദ്രതയുള്ള നഗരപാർപ്പിട മേഖലയാണ് ചേരി എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇത്രേ പഠിക്കാനുള്ളൂ. പിന്നെ ഇതിന്റെ അഭ്യാസ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പരിശീലന ചോദ്യങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർ വീഡിയോ ആയിട്ട് കാണുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ക്ലാസ് ഇങ്ങനെ മതിയെങ്കിൽ അങ്ങനെ പറയുക. കമന്റ്സ് ഇടുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ്സ് ഇടുക. അതനുസരിച്ചിട്ടാണ് അടുത്ത വീഡിയോ എങ്ങനെയാവേണ്ടതെന്ന് നോക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.